നേപ്പാളിൽ കാണാതായ മലയാളികളുടെ കാര്യത്തിൽ അവ്യക്തത. കാണാതായവരുടെ എണ്ണത്തിൽ നോർക്കയ്ക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും 2 കണക്കുകൾ. 33 മലയാളികൾ കാണാതായെന്ന വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോൾ 53 പേരെ കാണാതായെന്ന നോർക്ക. അതേസമയം നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 300 കടന്നു. കൈലാസ മാനസ സരോവർ തീർത്ഥാടന യാത്രയ്ക്കും വിനോദയാത്രയ്ക്കും നേപ്പാളിലെത്തിയ 300ഓളം ഇന്ത്യക്കാരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. നേപ്പാളിലെ ഇന്ത്യൻ എംബസിയും വിദേശകാര്യ മന്ത്രാലയവും നേപ്പാൾ സർക്കാരുമായി ഏകോപിപ്പിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്നാൽ ആശയവിനിമയ സംവിധാനം തകർന്നത് രക്ഷാപ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കി. 33 മലയാളികൾ ഉൾപ്പെടെ 288 പേരെ കാണാതായി എന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു. As per information currently available, there are 288 Indian nationals who remain uncontactable. Then a group of 61 Indian nationals from different states who traveled through Richa tours. And then a group of 33 Indian nationals from Kerala. 33 മലയാളികൾ കാണാതായിട്ടുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുമ്പോഴും ഹെൽപ്പ് ഡെസ്ക് വഴി വന്ന നമ്പറുകളിൽ നിന്ന് 53 പേരുടെ കണക്കാണ് നോർക്കെ പറയുന്നത്. നേപ്പാളിൽ കുടുങ്ങിയവരുടെയും കാണാതായവരുടെയും പ്രത്യേക കണക്ക് നോർക്കയുടെ പക്കൽ ഇതുവരെ ഇല്ല. ബേസിക്കലി നമ്മൾ അവസാനം ഇന്നലെ രാത്രി ഏകദേശം ഒരു 3 മണിയോടെ കൂടിയൊക്കെ ആയിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്തൊരു 17 യൂണിറ്റ് ഓഫ് ഇൻഫർമേഷനാണ്. അതെല്ലാം വന്നിരിക്കുന്നത് നോർക്ക റൂട്ട്സിൽ നിന്ന് വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്ന കോൾസ് ഉണ്ട്, ചീഫ് സെക്രട്ടറിയുടെ അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൊളേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 17 യൂണിറ്റ്സ് ഓഫ് ഇൻഫർമേഷനാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നിന്ന് നമ്മൾ ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിങ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതെ 53 പേരെയാണ് ഞങ്ങളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അതിനുശേഷം കോൾസ് വന്നിട്ടില്ല. എന്തോ മലയാളികളാണ് ഞാൻ പറഞ്ഞത്. ഈ മലയാളികൾ 53 എണ്ണത്തിൽ വരുന്നത് അഡൾട്ട്സ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സുരക്ഷിതരാണെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.